ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 3:30 നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. കർത്താവ് നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. ദാനം ചെയ്യാൻ ഒരു മനസ്ഥിതി വേണം. ദാനം എന്നത് സ്വന്തമായുള്ളത് പണം, ഭക്ഷണം, വസ്ത്രം, സമയം, സഹായം, സ്നേഹം, മറ്റൊരാളുടെ ആവശ്യത്തിനായി സ്വാർത്ഥതയില്ലാതെ കൊടുക്കുന്നതാണ്. ഞാൻ ദാനവും ധർമ്മവും സെപ്പറേറ്റാണ് പറയുന്നത്. ഇവിടെ ദാനധർമ്മം ഒന്നിച്ച് പറഞ്ഞെങ്കിലും ദാനവും ധർമ്മവും ഞാൻ സെപ്പറേറ്റാണ് പറയുന്നത്. ഒരാൾക്ക് വിശക്കുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുക, പാവങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദാനം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ മദർ തെരേസയുടെ സ്പീച്ച് കേൾക്കാനിടയായി. അതിൽ മദർ തെരേസ പറയുന്നത്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതൊരു പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടു കൂടി വേണം കൊടുക്കുവാനായിട്ടെന്ന്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു. നമ്മുടെ 2 മിനിറ്റ് സമയം ഏതോ ഒരു വ്യക്തിക്കായി കൊടുക്കുന്നു, അതും സന്തോഷത്തോടെ. അതപ്പോൾ കർത്താവിനായി കൂടാന്നില്ലല്ലോ. ചിലപ്പോൾ കർത്താവിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേസമയം അർഹതയില്ലാത്ത പണമോ മറ്റെന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് എത്ര സന്തോഷത്തോടെ കൊടുത്താലും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രശംസിക്കപ്പെടുകയില്ല. ഇനി നമുക്ക് ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ധർമ്മം എന്നത് നീതിയോടെയും സത്യത്തോടെയും ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ജീവിത രീതിയാണ്. നല്ലത് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, കരുണ കാണിക്കുക, നീതി പാലിക്കുക, ഇവ ധർമ്മത്തിൻ്റെ ഭാഗങ്ങളാണ്. മിക്കായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതിന് തുല്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അല്ലേ? അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ദാനം, ധർമ്മം, ഈ 2 കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുമ്പോൾ മിക്ക 7:19 പറയുന്നത് പോലെ അവിടുന്ന് വീണ്ടും നമ്മോട് കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ആമേൻ.